ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഇപ്പം വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വലിയ ക്രിപ്റ്റോ പ്ലെയേഴ്സ് ബാക്ക് ചെയ്യുന്ന ഒരു ടെലഗ്രാം മൈനിങ് പ്രൊജക്റ്റിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്സൽ വേഴ്സ് എന്നാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ പോയിൻറ്റ്സ് ടെലഗ്രാമിലൂടെ മൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്, അതുപോലെ തന്നെ എങ്ങനെ കൂടുതൽ പോയിന്റ്സ് ഏൺ ചെയ്തും കൊണ്ട് ഇവരുടെ ഫ്യൂച്ചർ എയർ ഡ്രോപ്പിന് നമുക്ക് എലിജിബിൾ ആവാനായിട്ട് പറ്റും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ടെലഗ്രാമും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് വെക്കുന്ന ഒരു ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 300 ലൈക്സ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 200 ചോദിച്ചപ്പോൾ നിങ്ങൾ 200 മേലെ തന്നു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാൻ ഈ ഒരു പ്രൊജക്റ്റിൽ എൻ്റർ ആവാനായിട്ടുള്ള മെയിൻ കാരണങ്ങളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റിന് ഓൾറെഡി ബൈബിറ്റ് Web3 വാലറ്റുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബിറ്റ്ഗെറ്റിൻ്റെ Web3 വാലറ്റുമായിട്ട് ഇവർ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൽ എൻഡ് ഡേറ്റ് കാണിക്കുന്നത് ജൂലൈ 1 അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് ജൂലൈയിൽ ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. കൺഫേംഡ് അല്ല. സോ വളരെ കുറച്ച് സമയമുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നേരത്തെ ജോയിൻ ചെയ്ത് മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവരുടെ ട്വിറ്റർ നോക്കിയപ്പം ഇവരുടെ പ്രൊജക്റ്റിനെ കുറിച്ച് ടോണും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതും വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആ ഒരു എയർ ഡ്രോപ്പിൻ്റെ ടെലഗ്രാം ബോട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ ടെലഗ്രാം ചാനലിലും ഉണ്ട്. ആ ബോട്ട് തുറക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. അതിനുശേഷം നിങ്ങൾ ലോഞ്ച് ബോട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇവരുടെ ഒരു ഗെയിം ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. എനിക്ക് ഫസ്റ്റ് ടൈം ഓപ്പൺ ആയി വന്നപ്പം എന്തൊക്കെയോ ഗ്ലിച്ച് ഉണ്ടായിരുന്നു. കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും വർക്കാവുന്നുണ്ടായിരുന്നില്ല. മറ്റുള്ള മൈനിങ് ആപ്പുകളിലെ പോലെ നമ്മളിതിൽ ടാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ 8 അവർ കൂടുമ്പോഴും നമുക്കിതിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൽ വേറെയുള്ള ആൾക്കാരായിട്ട് കമ്പീറ്റ് ചെയ്തിട്ട് ഗെയിം കളിച്ചും നമുക്ക് പോയിന്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഇപ്പോൾ എനിക്ക് ഏകദേശം ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഒരു 36,000 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അവിടെ ഞെക്കിയിട്ടുണ്ട്. നമുക്കത് ക്ലെയിം ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ ഡെയിലി ചെക്ക് ഇൻ ചെയ്തും കൊണ്ടും നമുക്ക് പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അത് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. ഇവിടെ റിവാർഡ് സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ഡെയിലി റിവാർഡ് നമുക്ക് അവിടെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എത്ര കണ്ടിന്യൂസ് സ്ട്രീക്ക് നിലനിർത്തുന്നോ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചധികം ടാസ്കുകളും കാര്യങ്ങളും ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ട്വിറ്ററിൽ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ഇവരുടെ ചില ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക, അതൊക്കെയാണ്. സോ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചും നിങ്ങൾക്ക് കൂടുതൽ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ ഡെയിലി സൈൻ ചെയ്യുക, ടാസ്കുകൾ ചെയ്യുക. അതുപോലെ തന്നെ ഓരോ 8 അവർ കൂടുന്തോറും നിങ്ങൾ ക്ലെയിം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രത്തോളം പോയിന്റ്സ് കൂടുതൽ കിട്ടുന്നോ അതിനനുസരിച്ച് നമുക്ക് റിവാർഡ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിവാർഡ് കിട്ടും. അതുപോലെ തന്നെ ഇതിൽ ഫൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഓൺലൈനിലുള്ള വേറൊരു വ്യക്തിയായിട്ട് ഇവരുടെ ഒരു ഗെയിം കളിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പം ഗെയിം കളിച്ചപ്പോൾ എനിക്ക് ഡിഫീറ്റാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ കുറച്ച് പോയിന്റ്സ് നഷ്ടപ്പെട്ടു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്യാരക്ടർ, ഈ ഗെയിം കളിക്കുന്ന ക്യാരക്ടർ വെൽ അപ്ഡേറ്റഡ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒപ്പോണൻറ്റിൻ്റെ എന്നെക്കാട്ടും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് അദ്ദേഹം കളിച്ചത്. അതുകൊണ്ട് എനിക്ക് തോൽവിയാണ് ഉണ്ടായത്. സോ നിങ്ങൾ ഗെയിം കളിച്ചും കൊണ്ടും ഇതിൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് പോയിന്റ്സ് സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ക്യാരക്ടറിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഗെയിം കളിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഡിഫീറ്റാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ പോയിന്റ്സ് അങ്ങോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ ആ ഒരു തുടക്കത്തിലുള്ള ഇൻ്റർഫേസിൽ വാലറ്റിൻ്റെ ഒരു ചിത്രം കാണാനായിട്ട് പറ്റും. ആ വാലറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു വാലറ്റുമായിട്ട് അവിടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഏതൊരു എക്സ്ചേഞ്ചാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ സോഫ്റ്റ്വെയർ വാലറ്റൊക്കെ ആയിട്ട് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ വാലറ്റ് കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഏറ്റവും മേലുള്ള ആ ഒരു വാലറ്റിൻ്റെ സിമ്പലിൽ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇഷ്ടപ്പെട്ട ഒരു എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യുക. ഇതിലൊന്നും ഒരു കാര്യമില്ല. തീർച്ചയായിട്ടും ഇവർ ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ MEXC ഗ്ലോബൽ സെലക്ട് ചെയ്യാണ്. സോ അതിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. യെസ്, ഐ ഹാവ് ഇറ്റ് എന്ന് കൊടുക്കുവാണ്. സോ നിങ്ങൾക്ക് MEXC അക്കൗണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. KYC കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്കൊരു ഇമെയിൽ IDയും പാസ്വേഡും ഉണ്ടെങ്കിൽ MEXC ഈസിയായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ MEXC ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മുടെ USDTൻ്റെ ERC20 അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു അഡ്രസ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. MEXC എക്സ്ചേഞ്ചിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പം നമുക്ക് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ അവൈലബിൾ ആയിട്ടില്ല. നിങ്ങൾക്ക് MEXCൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ ആൻഡ്രോയിഡ് യൂസേഴ്സിന്
അവരുടെ APK ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾ iOS ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഞാൻ ഈ ചെയ്യുന്ന സെയിം പ്രോസസ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുക്കാവുന്നതാണ്. MEXയിൽ നമ്മൾ വാലറ്റിൻ്റെ സെക്ഷനിൽ പോയതിന് ശേഷം അവിടെ USDT എന്ന് സെർച്ച് ചെയ്യുന്നു. USDT സെർച്ച് ചെയ്യുമ്പോൾ അവിടെ കുറേ അധികം അഡ്രസ്സുകൾ കാണും. അത് നമ്മൾ ERC20 അഡ്രസ്സ് എടുക്കുകയാണ്. സോ ആ ഒരു ERC20 അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പം അവിടെ നമ്മുടെ ERC20 അഡ്രസ്സ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ആ ഒരു അഡ്രസ്സ് എന്ത് ചെയ്യാം, നേരെ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യാം. നമ്മുടെ പിക്സലിൻ്റെ ബോട്ടിൻ്റെ ഉള്ളിൽ ആ ഒരു ടാസ്കിൻ്റെ അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അതിന് ശേഷം ഒന്ന് ജസ്റ്റ് കൺഫേം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ടാസ്കും കൂടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വാലറ്റ് ബൈൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ പോയിൻറ്റ്സ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. 8 മണിക്കൂർ കാത്തിരിക്കണം എന്നൊന്നുമില്ല. എപ്പോഴൊക്കെ പോയിൻറ്റ്സ് അവൈലബിൾ ആണോ അപ്പോഴൊക്കെ ക്ലെയിം ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് സോഷ്യൽ ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവരുടെ വെബ്സൈറ്റിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമെയിൽ ID ഇവിടെ അടിച്ചു കൊടുക്കുക. ഇമെയിൽ ID അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിലേക്കൊരു OTP വരും. ആ OTP വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുമ്പം ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ നമുക്ക് പിക്സിൻ്റെ ഇവരുടെ ടോക്കൺ തന്നെയാണ് കിട്ടുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണാനായിട്ട് പറ്റും ഒരു 500 പിക്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ ആ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം ടാസ്കുകൾ കാണാനായിട്ട് പറ്റും. അവരുടെ ട്വിറ്ററിൽ ജോയിൻ ചെയ്യുക, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഒക്കെ നമുക്ക് റിവാർഡായിട്ട് കിട്ടുന്നത് പിക്സ് ആണ്. സോ ഇതവരുടെ ടോക്കൺ ആവാനായിരിക്കും സാധ്യത കൂടുതൽ. വാല്യൂ എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ ഒരു സോഷ്യൽ ടാസ്കുകളും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ്, ഈ ഒരു പിക്സൽ മൈനിങ്ങിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. ഇവരുടെ ലിസ്റ്റിംഗ് ഒക്കെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെൻറ്റ് വരുവാണെങ്കിൽ നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.